ഷബാബ് വെബ്സിൻ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എ.പി. ഇസ്മായിൽ എഴുതുന്നു. പി.എം. ശ്രീയും ബുൾഡോസർ രാജും വോട്ട് ചോരിയും 2025 ബാക്കിയാവുന്നത്. അക്കങ്ങളിൽ ഒളിപ്പിച്ച അത്ഭുതങ്ങളാണ് കലണ്ടർ. ഭിത്തിയിൽ തൂങ്ങുന്ന ഓരോ കലണ്ടറിലെയും കറുപ്പും ചുവപ്പും കലർന്ന അക്കങ്ങൾ ഭൂതകാലത്തിന്റെ നാൾവഴികൾ പേറുന്നുണ്ടെന്നു പക്ഷേ പലപ്പോഴും നാം ഓർക്കാറില്ല. ഓരോ വർഷം പടിയിറങ്ങുമ്പോഴും ഒരു പിടി ചരിത്രങ്ങൾ കൂടിയാണ് അക്കങ്ങൾക്കു പിന്നിൽ ഒളിക്കുന്നത്. ആവശ്യം വരുമ്പോഴെല്ലാം അക്കങ്ങൾക്ക് പിറകിൽ നിന്ന് ആ ചരിത്രങ്ങൾ പതഞ്ഞുപൊങ്ങി പുറത്തു വന്നുകൊണ്ടേയിരിക്കും. ഒരു വർഷം കൂടി പടിയിറങ്ങുന്നു. ആഗോളതലത്തിലും ഇന്ത്യയിലും മാത്രമല്ല, മലയാളിയുടെ വ്യക്തിജീവിതത്തിലും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ജീവിതങ്ങളിലും ഒട്ടേറെ അടയാളപ്പെടുത്തലുകൾ നടത്തിയ വർഷം. ഒറ്റനോട്ടത്തിൽ ഓർമ്മയിൽ ബാക്കിവെക്കുന്നത് എന്തെല്ലാമാണ്? നിലവിളിയൊടുങ്ങാത്ത ഗസ. 2025 ഏറ്റവും വലിയ നൊമ്പരമാണ് ഗസ. ചോരക്കൊതി തീരാത്ത ഇസ്രായേൽ സയണിസ്റ്റ് ഭീകരതയുടെ സമാനതകളില്ലാത്ത ദുരിതപർവം ഏറ്റുവാങ്ങിയ ഒരു പിടി മനുഷ്യർ. പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധജനങ്ങളും. കിരാതമായ ബോംബ് വർഷങ്ങൾക്കും നിഷ്ഠൂരമായ കൂട്ടക്കൊലകൾക്കുമൊപ്പം പട്ടിണിക്കിട്ടുപോലും ഒരു ജനതയെ വേട്ടയാടിയ ഈ വർഷം ചരിത്രത്തിന്റെ കേടുകളിൽ കറുത്തുതന്നെ കിടക്കും. യു.എസ്. ഇടപെടലിലും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലും ഒന്നിലധികം തവണ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും ഫലപ്രദമായില്ല. എല്ലാ സമാധാന ശ്രമങ്ങളെയും കാറ്റിൽ പറത്തി ഇസ്രായേൽ ഇന്നും ഗസയിൽ ചോരച്ചാലുകൾ തീർത്തുകൊണ്ടേയിരിക്കുന്നു. ലഭ്യമായ ഔദ്യോഗിക കണക്കനുസരിച്ച് ഗസയിൽ ഇസ്രായേൽ കൊന്നൊടുക്കിയത് 70,000-ത്തിലധികം ഫലസ്തീനികളെയാണ്. ഇതിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളുമാണ്. സുമൂദ് ഫ്ലോട്ടില. ഗസയിൽ പട്ടിണികിടന്ന് മരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പൗരാവകാശ പ്രവർത്തകരും പരിസ്ഥിതി പോരാളികളും സംയുക്തമായി നടത്തിയ മുന്നേറ്റം. 40-ലധികം വരുന്ന ബോട്ടുകളിലും ചെറുകപ്പലുകളിലും സന്നദ്ധ സഹായവുമായി ഗസ തീരത്തടുക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ഇസ്രായേൽ ഭരണകൂടം കടലിൽ വെച്ച് മുഴുവൻ ബോട്ടുകളും പിടിച്ചെടുത്തു. ഗ്രറ്റ തുൻബർഗ് അടക്കം 443 ആക്ടിവിസ്റ്റുകളെ പിടികൂടി തടങ്കലിലാക്കിയ ശേഷം തിരിച്ചയച്ചു. ഇസ്രായേൽ-ഇറാൻ യുദ്ധം. ലോകത്തെ തന്നെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ ഒന്നായിരുന്നു ഇസ്രായേൽ-ഇറാൻ സംഘർഷം. മറ്റൊരു ലോകയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന രീതിയിലേക്ക് വരെ ആശങ്കകൾ വ്യാപിച്ച ഘട്ടം. 2025 ജൂൺ 13 തുടങ്ങി 24 വരെ 12 ദിവസത്തെ സംഘർഷം ഇരുപക്ഷത്തും കനത്ത നാശനഷ്ടങ്ങളാണ് വരുത്തിയത്. യു.എസ്. കൂടി രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ കൈവിട്ടുപോകുമോ എന്ന ആശങ്ക ഉയർന്നെങ്കിലും ജൂൺ 24 വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചു. അതേസമയം ഇപ്പോഴും തുടരുന്ന യുക്രൈൻ-റഷ്യ യുദ്ധം 2025 തീരാ നോവുകളിലൊന്നാണ്. യു.എസ്. നേതൃത്വത്തിൽ നടത്തിയ സമാധാന ശ്രമങ്ങളൊന്നും ലക്ഷ്യം കാണാതെ വന്നതോടെ ഈ ചോരക്കളി ഇനി എത്രനാൾ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. ട്രംപ് 2.0. അമേരിക്കയുടെ പ്രസിഡന്റായി ട്രംപ് രണ്ടാമതും അധികാരമേറ്റത് 2020 ജനുവരി 20-നാണ്. ആദ്യ തവണത്തേതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ പ്രവർത്തന ശൈലിയായിരുന്നു ട്രംപ് ഇത്തവണ തുടർന്നത്. ഒരു സമയത്ത് ആഗോളതലത്തിൽ സൈനിക സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള മധ്യസ്ഥനിക്കും സമാധാന വക്താവുമായി എത്തുമ്പോൾ മറുപക്ഷത്ത് ചൈനയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങളോട് തുറന്ന വ്യാപാര യുദ്ധത്തിലായിരുന്നു ട്രംപ്. ട്രംപൻ തീരുവ എന്നൊരു പ്രയോഗം തന്നെ ഉടലെടുത്തു. ഫലസ്തീനുമേൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്ന വംശീയ ഉന്മൂലനത്തിന് ഇസ്രായേലിനെയും നെതന്യാഹുവിനെയും പിണക്കാതെ ഖത്തർ, ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങളെ കൂട്ടി ട്രംപ് നടത്തിയ നീക്കങ്ങൾ പൂർണ്ണമായെങ്കിലും ഒരു പരിധിവരെ ലക്ഷ്യം കണ്ടുവെന്ന് പറയാം. ജാതി സെൻസസ്. പ്രതിപക്ഷ സമ്മർദ്ദത്തെ തുടർന്ന് ജനസംഖ്യാ കണക്കെടുപ്പിനൊപ്പം ജാതി സെൻസസ് കൂടി നടത്തുമെന്ന കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിലുൾപ്പെടെ ജാതി സെൻസസ് പ്രധാന ആയുധമാക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഇന്ത്യ മുന്നണി നീക്കം മുൻകൂട്ടി കണ്ടായിരുന്നു. എന്നാൽ 10 വർഷത്തിലൊരിക്കൽ നടക്കേണ്ട പൊതു സെൻസസുമായി ബന്ധപ്പെട്ട നടപടികൾ ഇനിയും എങ്ങുമെത്തിയിട്ടില്ല. ബീഹാർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പൊതു സെൻസസിനൊപ്പം ജാതി സെൻസസ് നടത്തുമോ എന്ന ചോദ്യത്തിന് ബി.ജെ.പിയും കേന്ദ്ര സർക്കാരും മൗനം പാലിക്കുന്നു. ബുൾഡോസർ രാജ്. കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ടു എന്ന് കാരണം പറഞ്ഞ് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ തിരഞ്ഞുപിടിച്ചു നടത്തുന്ന ഭരണകൂട ബുൾഡോസർ രാജ് 2025 രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾക്കും വിവാദങ്ങൾക്കും തിരികൊളുത്തി. ബുൾഡോസർ രാജിനെതിരെ സുപ്രീം കോടതി കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച ശേഷവും സംഭവങ്ങൾ ആവർത്തിക്കുകയും ഇപ്പേരിൽ സുപ്രീം കോടതിക്ക് കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുകയും ചെയ്തു. കർണാടക യലഹങ്കയിലെ ഒഴിപ്പിക്കലും വർഷാവസാനം വാർത്തകളിൽ നിറഞ്ഞു. ആൾക്കൂട്ടാക്രമണങ്ങൾ.
നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഉൾപ്പെടെ കന്യാസ്ത്രീകളും ക്രിസ്ത്യൻ മിഷനറിമാർക്കുമെതിരെ സംഘപരിവാർ ആക്രമണങ്ങൾ നടന്നു. കന്നുകാലി കടത്ത് ആരോപിച്ച് ഉത്തർപ്രദേശ്, ഹരിയാന സംസ്ഥാനങ്ങളിൽ നിരവധി ആൾക്കൂട്ട മർദ്ദനങ്ങളും കൊലപാതകങ്ങളും നടക്കുന്നു. അതേസമയം പാലക്കാട് ജില്ലയിലെ വാളയാറിൽ മോഷണം കുറ്റം ആരോപിച്ച ആൾക്കൂട്ടം മർദ്ദിച്ച ഛത്തീസ്ഗഡ് നിവാസി ചോരതുപ്പി മരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള. കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലും അഴിമതി ആരോപണങ്ങളിലും ഒന്നാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. മദ്യരാജാവ് വിജയ് മല്യയുടെ നേതൃത്വത്തിൽ ശബരിമലയിൽ സ്വർണം പൂശി നൽകിയത് അറ്റകുറ്റപ്പണികൾക്കെന്ന വ്യാജേനെ അഴിച്ചെടുത്തു കൊണ്ടുപോയി സ്വർണം കവർന്നു എന്നാണ് കേസ്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഇടപെടലോടെ കേസിന്റെ അന്വേഷണം പുതിയ ദിശയിലേക്ക് നീങ്ങുകയും പ്രത്യേക അന്വേഷണ സംഘം ഉദ്യോഗസ്ഥരിൽ നിന്ന് തുടങ്ങിയ അറസ്റ്റ് സിപിഎം നേതാവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ പത്മകുമാറിൽ വരെ എത്തിനിൽക്കുകയും ചെയ്യുന്നു. പോട്ടിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന് തുടങ്ങുന്ന പാട്ടുവിവാദം കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിനു പിന്നാലെ ഏറ്റവും വലിയ വിവാദങ്ങൾക്ക് വഴിവരുത്തിയ ഒന്നാണ്. ശബരിമല ഭക്തിഗാനത്തിന്റെ ഈണത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുത്തി ഇറക്കിയ പാരഡി ഗാനം. പോട്ടിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന് തുടങ്ങുന്ന ഗാനത്തിലെ സ്വർണം കട്ടവനാലപ്പ സഖാക്കളാണേ അയ്യപ്പ എന്ന വരികളാണ് ഭരണകക്ഷിയെയും സർക്കാരിനെയും ചൊടിപ്പിച്ചത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുവേണ്ടി എല്ലാ കാലത്തും പടവെട്ടിയിട്ടുള്ള സിപിഎം പോലൊരു പാർട്ടി ഒരു പാരഡി ഗാനത്തിനെതിരെ വാളെടുത്തത് വലിയ വിവാദങ്ങൾക്കും പരിഹാസങ്ങൾക്കും തിരികൊളുത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസിലെ തീപ്പൊരി നേതാവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്ന ലൈംഗിക ആരോപണ കേസുകളാണ് 2025 ഒടുക്കം കൂടുതൽ ചർച്ച ചെയ്ത വിഷയങ്ങളിലൊന്ന്. പ്രതിപക്ഷ എംഎൽഎക്കെതിരായി വീണുകിട്ടിയ അവസരം ഭരണപക്ഷം മുതലെടുത്തതോടെ രാഹുലിന് ആദ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനവും പിന്നീട് പാർട്ടി അംഗത്വം വരെ നഷ്ടപ്പെട്ടു. നിയമസഭയിലെത്തി കൃത്യം 1 വർഷം തികയുന്ന ദിവസമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കോൺഗ്രസ് നടപടി. PM ശ്രീയിലെ പിന്നാമ്പുറം. വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണം എന്ന സംഘപരിവാർ അജണ്ട അടിച്ചേൽപ്പിക്കാൻ ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന PM ശ്രീ പദ്ധതിയിൽ രഹസ്യമായി ഒപ്പുവെക്കാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രവുമായി ധാരണാപത്രം ഒപ്പുവെച്ചത് കേരള രാഷ്ട്രീയത്തിലുണ്ടാക്കിയ കോളിളിളക്കം ചെറുതല്ല. പ്രതിപക്ഷത്തേക്കാൾ വലിയ കലാപക്കൊടി ഭരണപക്ഷത്തുനിന്ന് തന്നെ ഉയർന്നുകയും ഒടുവിൽ CPM നിർബന്ധത്തെ തുടർന്ന് തീരുമാനം മരവിപ്പിക്കാൻ സർക്കാർ നിർബന്ധിതമാവുകയുമായിരുന്നു. കേന്ദ്രത്തിനും കേരളത്തിനുമിടയിൽ പാലമായത് ജോൺ ബ്രിട്ടാസ് MP ആണെന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വെളിപ്പെടുത്തൽ CPMനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. തിരഞ്ഞെടുപ്പുകൾ. 2025 രാജ്യം ഉറ്റുനോക്കിയ ഒട്ടേറെ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു. ഡൽഹി, ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ആയിരുന്നു ഏറ്റവും ശ്രദ്ധേയം. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പും. മറ്റൊന്ന് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പാണ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ വീഴ്ത്തി BJP അധികാരം പിടിച്ചു. ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDA മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നു. വോട്ടുചോരി, SIR വിവാദങ്ങൾ കത്തിയാളിയ തിരഞ്ഞെടുപ്പിൽ വൻ മാർജിനിലാണ് നിതീഷ് കസേരയുറപ്പിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുൾപ്പെടെ വിവാദങ്ങളുടെ ഘോഷയാത്ര കണ്ടതായിരുന്നു കേരളത്തിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ്. നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സെമിഫൈനൽ എന്നു വിശേഷിപ്പിച്ച ജനവിധിയിൽ സംസ്ഥാന രൂപനാനന്തരം കണ്ടിട്ടില്ലാത്ത തിരിച്ചടി ഇടതുമുന്നണി നേരിട്ടപ്പോൾ കോൺഗ്രസും UDFും വൻ തിരിച്ചുവരവാണ് നടത്തിയത്. CPM കോട്ടയായി കണക്കാക്കിയിരുന്ന നിരവധി പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ജില്ലാ പഞ്ചായത്തുകളും കടപുഴകി. 6ൽ 4 കോർപ്പറേഷനും UDF പിടിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിച്ച BJPയും കരുത്തുകാട്ടി. കോടതി ഉത്തരവുകൾ. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് നൽകുന്നതിനായി മോദി സർക്കാർ കൊണ്ടുവന്ന ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു. VC നിയമനവുമായി ബന്ധപ്പെട്ട് മാസങ്ങളായി തുടർന്ന ഗവർണർ സർക്കാർ നിയമപോരാട്ടത്തിൽ സുപ്രീം കോടതി താക്കീതിനെ തുടർന്ന് വെടിനിർത്തലുണ്ടായി. ബുൾഡോസർ ജസ്റ്റിസിനെതിരായി സുപ്രീം കോടതി ഇടപെടലുണ്ടായതെന്ന് ശ്രദ്ധേയം. കുറ്റാരോപിതനായ ഒരാളുടെ വീടോ സ്ഥാപനമോ ശിക്ഷാ നടപടിയെന്ന നിലയിൽ അധികൃതർ പൊളിച്ചു നീക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് കോടതി പ്രഖ്യാപിച്ചു. ഒരു വ്യക്തി കുറ്റവാളിയാണെന്ന് തീരുമാനിക്കാൻ കോടതിക്കാണ് അധികാരം, സർക്കാരിനല്ല. നിയമം ലംഘിച്ചുള്ള പൊളിക്കലുകൾക്ക് ഉദ്യോഗസ്ഥർ വ്യക്തിപരമായി ഉത്തരവാദികളായിരിക്കുമെന്നും കോടതി. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് വിഷയത്തിലെ കേന്ദ്ര നീക്കങ്ങളിൽ സുപ്രീം കോടതി നിർണായകമായ ചില നിരീക്ഷണങ്ങൾ നടത്തി. സംസ്ഥാനങ്ങളുടെ അധികാരപരിധിയിൽ കടന്നുകയറാതെയും ഫെഡറൽ സംവിധാനത്തെ ബാധിക്കാതെയും മാത്രമേ ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാവൂ എന്ന് കോടതി ഓർമ്മിപ്പിച്ചു. ഗവർണർമാരുടെ അധികാരപരിധി. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ നൽകിയ ഹർജികളിൽ ഗവർണർമാരുടെ അധികാരങ്ങളെക്കുറിച്ച് കോടതി വ്യക്തത വരുത്തി.
നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനിശ്ചിതകാലത്തേക്ക് പിടിച്ചുവെക്കാൻ ഗവർണർക്ക് അധികാരമില്ല എന്ന് കോടതി വിധിച്ചെങ്കിലും ഇത് പിന്നീട് ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കി. വോട്ട് ചോരി ആരോപണം ഉൾപ്പെടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്ത കൂടുതൽ സംഭവങ്ങൾ പുറത്തുവന്നതിന് പോയ വർഷം സാക്ഷിവഹിച്ചു. ഷബാബ് വെബ്സിൻ പോഡ്കാസ്റ്റ് കേട്ടതിന് നന്ദി.